മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് പൂരിക്കും ചപ്പാത്തിക്കും ഒക്കെ നന്നായി ടേസ്റ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തക്കാളി കറിയാണ്. ഡ്രൈ ആയിട്ടാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. വെള്ളം ഒട്ടും ചേർക്കാതെ ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 സവാള എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഒരു 3 തക്കാളി, പിന്നെ ഒരു 4 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, കുറച്ച് മല്ലിയില, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതെല്ലാം നമുക്കൊന്ന് തയ്യാറാക്കിയിട്ടെടുക്കണം. ഉള്ളി നന്നായിട്ട് അരിഞ്ഞെടുക്കണം. ഇതുപോലത്തെ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. തക്കാളി നമുക്ക് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അത് കുറച്ച് പീസായിട്ടൊക്കെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്നും അരയ്ക്കേണ്ട. നമ്മൾ ഈ തക്കാളിയിലത്തെ വെള്ളം മാത്രമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കണില്ല. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണ വേണ്ട. വെളിച്ചെണ്ണ, നെയ്യ് അങ്ങനത്തെ ഒന്നുമല്ല ഉപയോഗിക്കേണ്ടത്. എണ്ണ ചൂടായ ശേഷം 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു. കടുക് നല്ലപോലെ പൊട്ടിയ ശേഷം നമുക്ക് കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കണം. കാരണം ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അത് പൊട്ടി തെറിക്കും. അതുകൊണ്ട് നമുക്കത് ചേർക്കുന്നതിൻ്റെ മുന്നേ ഒരു ലേശം സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ശേഷമാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചച്ചവ മാറുന്ന വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷമാണ് നമ്മൾ ബാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കേണ്ടത്. അത് ഏകദേശം മൂത്ത് വന്ന ശേഷം ബാക്കി വന്ന ഉള്ളിയും കൂടിയും ചേർക്കാം. അതോടൊപ്പം തന്നെ പച്ചമുളകും നമ്മളത് കീറിയിടുകയാണ് ചെയ്യുന്നത്, അരിഞ്ഞിട്ടല്ല. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. പിന്നീട് വേണ്ടത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയിട്ട് മൂപ്പിച്ചെടുക്കണം. കുറച്ചൊരു ബ്രൗൺ കളറാവണ വരെ നമുക്ക് ഈ ഉള്ളി വഴറ്റിയെടുക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയും കൂടി വാടി കിട്ടും. ഇനി വേണ്ടത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. വീണ്ടും നമുക്കത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളി സവാള നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ നമുക്കിതിലേക്ക് ഇൻഗ്രീഡിയൻസോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ജോലിയൊന്നുമില്ല. നമുക്ക് കുറച്ച് ടൈം വേണം ഈ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറിയിട്ട് ടേസ്റ്റായിട്ട് വരണമെങ്കിൽ നമ്മളത് നന്നായിട്ട് സമയമെടുത്തിട്ട് വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി പാകത്തിന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എരിവിന് ആവശ്യമായിട്ടുള്ള നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. എന്നാലും കുറച്ച് എരിവ് വേണം. കാരണം തക്കാളിയുടെ പുളി മുന്നിലേക്ക് നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് എരിവ് വേണം. അതുകൊണ്ട് ഞാനൊരു 2 ചെറിയ ടീസ്പൂണിന് 2 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുത്തത്. അത് കഴിഞ്ഞൊരു 2 ടീസ്പൂൺ അത്ര തന്നെ നമുക്ക് ചിക്കൻ മസാലയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചച്ചവ മാറണ വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമുക്കിതിൽ വെള്ളം ഒട്ടും ഒഴിക്കാതെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മളിത് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടാണ് നമ്മളിത് പാകം ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞ് വരികയാണ് ചെയ്യുക. പക്ഷേ നല്ല ടേസ്റ്റാണ് നമുക്ക് ഇത് ചപ്പാത്തിക്കും പൂരിക്കൊക്കെ. ഇപ്പോൾ ചോറിൻ്റെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളുടെയൊക്കെ പച്ചച്ചവ മാറി പാകത്തിന് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള തക്കാളി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വീണ്ടും നമ്മളിത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇനി തയ്യാറാക്കേണ്ടത്. ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്. കാരണം അത് അതിലത്തെ വെള്ളം പെട്ടെന്ന് വറ്റി കിട്ടും. അതുപോലെ വറ്റി കിട്ടിയാൽ നമുക്കത് ടേസ്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കണം. നമ്മളൊരു 3-4 പ്രാവശ്യം ഇതുപോലെ അടച്ച് വെച്ച് അതുപോലെ തന്നെ വീണ്ടും അത് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും നമ്മളതൊന്ന് തുറന്ന് നോക്കുകയാണ്. കണ്ടോ, വെള്ളം വറ്റി വരുന്നുണ്ട്. നമ്മൾ അർജൻറ്റ് പിടിച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. ടൈം എടുത്തിട്ട് ചെയ്യേണ്ട ഒരു കറിയാണിത്. അതൊക്കെയാണ് അതിലത്തെ വെള്ളമൊക്കെ വറ്റി കിട്ടുള്ളൂ. അതുവരെ നമ്മൾ
ക്ഷമയോട് കൂടിയിട്ട് തയ്യാറാക്കണം. ഇനി നമുക്കൊരു 1/4 ഭാഗം ഇതിലത്തെ വെള്ളം വറ്റി തയ്യാറായ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില അതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്കത് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വയ്ക്കാം. ഒരു 3-4 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ നമ്മളത് അടച്ച് വെക്കണം. അപ്പോൾ ഏകദേശം നമ്മുടെ തക്കാളി കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, വെള്ളം മുഴുവനായിട്ടും വറ്റിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. എൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. ഇത്ര പണിയുള്ളൂ നമുക്ക് തക്കാളി കറി തയ്യാറാക്കാൻ. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.